അത് ഞാൻ വന്നാ അതിനല്ലേ ഞാൻ സാറിന്റെ കൂടെ അവിടെ നിന്നല്ലേ വന്നത്. ഓ ചത്തവനൊക്കെ അങ്ങ് ചത്താ മതി. സിഐക്ക് എന്നെ ഇങ്ങനെ വിളിച്ച് പ്രഷർ കയറ്റാ. ഹലോ സാർ. ഹലോ എന്തായിടോ കനാലിൽ നിന്ന് ഇതുവരെ ബോഡി എടുത്തില്ലേ? സാറേ ബോഡി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലെന്ന് പറഞ്ഞാൽ ഭയങ്കര അഴുക്ക് മാലിന്യം പിടിച്ചൊരു കനാലാണ്. അവിടുത്തെ ബോഡി എടുക്കുന്ന ഒരാളുടെ വീട്ടിൽ ഞാനും സിന്ധുവും കൂടെ വന്ന് നിപ്പുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ? എത്രയും പെട്ടെന്ന് ആ കനാലിൽ നിന്ന് ആ ബോഡി എടുക്കാൻ നോക്ക്. എനിക്ക് നല്ല പ്രഷർ ഉണ്ട് സാറേ. എനിക്കത് മനസ്സിലാവും സാറേ. സാർ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആ ബോഡി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി സാറിന് റിപ്പോർട്ട് തരാം സാർ. ഓക്കെ പെട്ടെന്ന് ബോഡി എടുക്കാൻ നോക്ക്. ഓക്കെ സാർ. ശരി. പുള്ളിക്ക് നല്ല പ്രഷർ ഉണ്ടെന്ന്. പുള്ളിക്ക് പ്രഷർ മാത്രമല്ല എന്നെ കാണുമ്പോൾ ചെറിയ പഞ്ചാരയുണ്ട്. അതാണ് ഇവിടുത്തെ വലിയ വിഷയം. അതും ഒരു വിഷയം തന്നെ ഇവിടുത്തെ. പക്ഷെ നമ്മൾ വന്ന കാര്യം നടക്കും തോന്നില്ല സാറേ. എന്താ? വീട് പൂട്ടി കിടക്കുക. പൂട്ടിയിട്ട് ഇത് ഇവിടെ പോയി കിടക്കുന്നതാണ്. എന്നാലും എന്തൊരു വീടാ സാറേ അവന്റെ. ലൈഫിന്റെ വീടാ. സാറിന് എങ്ങനെ മനസ്സിലായി? ലൈഫിലെ ഇങ്ങനെ ഒരു വീട് വയ്ക്കൂ. പിന്നെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറ് വിളിച്ച എങ്ങനെ കിട്ടാനാ? കുറെ നേരം കൊണ്ട് സാറ് ട്രൈ ചെയ്യൂല്ലോ. നമ്പർ ഇങ്ങോട്ട് എടുത്തേ. നമ്പർ തരാം 98 46 44 44. സാറ് ബെല്ലുണ്ട് കേട്ടോ. ഹലോ എവിടാടാ നീ? ഞാൻ ജംഗ്ഷനില്ല. ഞങ്ങളെ 2 പോലീസുകാർ വന്ന് നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിപ്പോണ്ട്. ആണോ? പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. നിന്നെ കൊണ്ട് ഒരു ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. ശരി. സിന്ധുവിന്റെ വീട് പണി എന്തായി? എന്റെ വീട് ബ്ലോക്കില്ല സാറേ. ബ്ലോക്കിൽ നിന്ന് കിട്ടിയ വീടായിരിക്കും. അതാണ് ബ്ലോക്കിൽ കിടക്കുന്നല്ലേ. സാറിന്റെ ഒരു കാര്യം സാർ. പക്ഷെ സാറേ എനിക്ക് കുറച്ച് പരാതിയുണ്ട്. സാറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്റ്റേഷന് പരിധിയിൽ കിടക്കുന്ന ഒരു കാര്യങ്ങളും സാർ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം 1 ലോറി സ്പിരിറ്റുമായിട്ട് നമ്മുടെ ജംഗ്ഷനിൽ കൂടെ ഒരു വണ്ടി പോയിട്ട് സാർ അറിഞ്ഞു? ആര് പറഞ്ഞു അറിഞ്ഞില്ലെന്ന്? സ്പിരിറ്റ് ലോറി ആയതുകൊണ്ട് ഞാൻ വിട്ട്. വല്ല കുടിവെള്ളമോ മറ്റോ ആയിരുന്നെങ്കിൽ അവനെ പിടിച്ച് വാരിയിൽ ഞാൻ അടിച്ചു പിടിച്ചേരാ. പിന്നെ 10 പൈസ എന്റെ നിനക്ക് കടിക്കും. സാറേ ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ദേഷ്യം വരും സാർ. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്. അടുത്ത ആഴ്ച എനിക്ക് 1 ദിവസത്തെ ലീവ് വേണം. ലീവ് തരാൻ പറ്റൂല സിന്ധുവിന് ലീവ് തരാൻ പറ്റൂല. എനിക്ക് ലീവ് വേണം. അതെന്തിന്? എന്റെ കല്യാണം നിശ്ചയമാ. ഓഹോ, കോൺസ്റ്റബിൾ ഷിബുവിന്റെ കാശ് ഇനി അവന്റെ വീട്ടിൽ എത്തും. അങ്ങനൊക്കെ പറയുന്ന സാറേ. അതൊക്കെ പോട്ട് പയ്യൻ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയക്കാരനാ. കൊള്ളാം. പോലീസും കള്ളനും ഒരു വീട്ടില്. അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരെയും കൂടെ അങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത് സാർ. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ടൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാ. പാടത്തില്ല, വരയ്ക്കൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയില്ലേ, ആ ജംഗ്ഷനിൽ ചെന്ന് നിന്നപ്പോഴേ ഞാൻ നോക്കിയപ്പോ ഷട്ടറിൽ മോഹൻലാലിനെ വരച്ചു വെച്ചേക്കുന്നു. ആ ബ്രഷ് വെച്ചുള്ള വര കണ്ടത് എനിക്ക് ക്രഷ് അടിച്ചു സാറേ. ഞാൻ ഒരു കാര്യം പറയാം. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർക്ക് വരയ്ക്കുന്നവന്മാരുടെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്നറിയാമോ? കാര്യം കാണാൻ വലിയ ഭംഗിയില്ലേ അവര് വരച്ചത് ക്ലിയർ ചെയ്തോളൂ. അങ്ങനെ വിഷയം എന്തോ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. കേരളത്തിൽ തൊപ്പി ചേരാത്ത 2 പേരേ ഉള്ളൂ. ഒന്ന് ശിക്കാരി ശംഭു, ഒന്ന് സിന്ധു. വെറുതെ ചിരിപ്പിക്കാതെ എടുത്ത് മാറ്റി. അവനെ കാണുന്നില്ലല്ലോ സാറേ. അവനല്ലേ വരുന്നത്. എവിടായിരുന്നോ ഇത്ര നേരം? എന്റെ പൊന്നു വേണം, ഞാനൊരു ഹണി ട്രാപ്പിൽ പെട്ടുപോയി. കൊറേ പോയി കാണുമല്ലോ. അപ്പൊ 150 രൂപ. 150 രൂപ ഹണി ട്രാപ്പോ? ആ തേൻ വിൽക്കാൻ വന്നൊരു പെണ്ണ് കാട്ടുതേനാന്ന് പറഞ്ഞിട്ട് ചക്കരവെള്ളം തന്നെ പറ്റിച്ചൂതേ. ഹണി ട്രാപ്പ് ആണോടോ? എന്നെ വിളിപ്പിച്ച SI സാർ അവിടെ ചൂടായിട്ട് നിൽക്കും. അങ്ങോട്ട് ചെല്ലു. എന്നാ സാറേ? നീ ഒന്ന് റെഡിയാവും. എന്നെ എക്സ്കർഷന് കൊണ്ടുപോകാൻ പോകണോ? പിന്നെ എന്റെ ഇളയ മോഹൻലി വലിയ മ്യൂസിയം വെച്ചോണ്ട് വന്നിരിക്കുന്ന എക്സ്കർഷൻ കൊണ്ടുപോകാൻ അടിച്ച് നിന്റെ മ്യൂസിയം റൂട്ട് ഞാൻ തിരിക്കും. എന്തോടാ ഇത്? ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിയിട്ട് റെന്റിനടിച്ച് പിടിച്ചതാ കളങ്കാവൽ. പക്ഷെ എനിക്കത് അങ്ങോട്ട് കിട്ടിയില്ലേ? ഇല്ല. എങ്ങനെ കിട്ടാതിരിക്കും? സംഭവം അറിയാമോ? സിഗരറ്റ് ഇല്ല. ഇനി നോക്കിക്കോട്ടോ. മമ്മൂക്കെ പറിച്ചു വെച്ചേക്കുന്നു മമ്മൂക്കെ. ഞാൻ വന്ന് പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മുടെ ജംഗ്ഷനിലെ കനാലില്ലേ, അവിടെ ഒരു ശവം കിടപ്പുണ്ട്. അത് നീ വന്നൊന്ന് എടുത്തു തരണം. എങ്ങനെ? എടാ നമ്മുടെ ജംഗ്ഷനിലെ കനാലില്ലേ, അവിടെ ഒരു ശവം കിടപ്പുണ്ട്. നീ വന്ന് എടുത്തു തരണം. 2 ദിവസത്തെ പഴക്കം എന്തോ ഉണ്ട്. 2 ദിവസം മുമ്പ് പഴക്കമുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. എന്ത് കാര്യം? 2 ദിവസം മുമ്പ് ജംഗ്ഷനിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടാർന്നു. ഒരു ചെറുതടിച്ചുകൊണ്ട് വന്ന എനിക്ക് എന്നേക്കായി നീളത്തിലൊരു പെറ്റി എഴുതി തന്നാർന്നു. അതുകൊണ്ട് ഈ സംഭവം എനിക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് എടുപ്പിച്ചോ.
എടാ അത് എന്നാ വർത്താനോടാ എടാ അങ്ങനെ പറയലടാ ഞങ്ങളുടെ പണി പോകുന്ന കേസാ പ്രത്യേകിച്ച് സാറിന്റെ പണി പോകും. നിങ്ങളുടെ പണി പോയെങ്കിൽ നിങ്ങൾ തട്ടി തിരിച്ചെടുക്കും. നിനക്കെതിരെ നേരത്തെ കംപ്ലൈന്റ് ഇട്ടിട്ട് ഞാൻ ആക്ഷൻ എടുത്തിട്ടില്ല. നീ എടുക്കുന്ന ശവത്തിന്റെ മോതിരം മാല എല്ലാം അടിച്ചു മാറ്റുന്ന ഒരു പരാതി ഇട്ടിട്ടുണ്ട്. ഞാനത് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നീ അകത്താണ്. ആ കിടക്കുന്ന ശവത്തിന് ഒരു പരാതിയില്ല, പിന്നെ നിങ്ങൾക്ക് തന്നെയാണ് ഇത്ര പരാതി. എന്തോ പറഞ്ഞ് മനസ്സിലാക്ക. ഒരു SIയോടാ നീ സംസാരിക്കുന്ന ഓർമ്മ നിനക്ക് വേണം കേട്ടോ. എല്ലാ ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ നിങ്ങളാ എഴുതി തന്ന പെറ്റി കൊച്ചു വിച്ചാത്തി പോലെ എന്റെ ചങ്കിനകത്ത് കുത്തി. അതുകൊണ്ട് ഞാൻ വരില്ല. വേറെ ശവം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ ശവം എടുക്കുന്ന ആരെങ്കിലും നമ്പർ ഉണ്ടോ? വേറെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ പരിചയമുണ്ട്. അവനല്ലേ ഈ നിൽക്കുന്നത്? അതെ എനിക്കറിയത്തുള്ളൂ. അതുമല്ല ഇവന്റെ അടുത്ത് വേറെ ആരെങ്കിലും പരിചയമുണ്ടോ നോക്ക്. വേറെ ആരെങ്കിലും പരിചയമുണ്ടോ? സ്റ്റീഫ നിനക്ക് വേറെ ആരെങ്കിലും പരിചയമുണ്ടോ? അയ്യോ വേറൊരാളെ പരിചയമുണ്ട്. ഓക്കെ ഇതാണ് നമ്പർ. ഞാനിപ്പോ വിളിച്ചെന്നെ വരികയും ചെയ്യും. പക്ഷെ ഞാൻ വിളിക്കില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യും. മനുഷ്യനാ സാറേ. ഞങ്ങളൊരു പോലീസുകാരെ നിനക്കൊരു വിലയില്ലല്ലേടാ. ആവശ്യത്തിന് നീ പ്രതികാരം ചെയ്തോ? ആവശ്യത്തിന് പ്രതികാരം ചെയ്തു. എല്ലാ ഒരു സാറേ നിങ്ങൾ വിളിക്കുന്നത് എന്നെ സർക്കസ് കാണിച്ചാലും എനിക്ക് വരാൻ പറ്റില്ല. ഓ സിന്ധു എന്താ സാറേ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ സാറേ. സാറാ പാന്റ് ശകലം ഒന്ന് പൊക്കിക്ക്. എന്താ ചൂട് പൊക്ക്. ഓക്കേ അങ്ങനെ പൊക്കി സാറ് തന്നെ വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങും സാറേ. സിന്ധു ഞാൻ ഒരു SI ആണെന്ന്. പണി പോകുന്ന കേസാ. സിന്ധു വിചാരിച്ചാ നടക്കും. ഞാൻ ഇറങ്ങാനോ വെള്ളത്തിനകത്ത്? നീ ഇറങ്ങുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? സിന്ധു നീ ചെന്ന് അവനൊന്ന് അനുനയിപ്പിച്ചോണ്ട് വാ. അവനെ പോലീസുകാർക്ക് ഒരു വിലയും തരാത്ത അവനെ ഞാൻ അനുനയിപ്പിക്കാൻ പറ്റത്തില്ല സാറേ. ഇല്ല. കാട്ടിനകത്ത് തപസിരുന്ന ഋഷിശൃംഖനെ പോലും ഒരു പെണ്ണ് അനുനയിപ്പിച്ചോണ്ട് വന്നു. പിന്നെ നിനക്കെന്താ പോയാൽ? അത് ആ പെണ്ണ് ഞാൻ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് പറ്റില്ല. ഒന്ന് അങ്ങോട്ട് തിരി, ഒന്ന് ഇങ്ങോട്ട് തിരി. നേരെ നോക്ക്. ഡിറ്റോ വൈശാലി. സിന്ധു പോയാ അവൻ പുഷ്പം പോലെ ഇവിടെ വരും. സത്യം പറഞ്ഞ ഭരത സാർ അന്ന് കണ്ടിരുന്നെങ്കിൽ ആ നടി വീട്ടിൽ ഇരുന്ന് സിന്ധു ഫീൽഡിലുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സൗന്ദര്യം എനിക്കൊരു ശാപമാകാറുണ്ട്. അങ്ങനെ എത്ര കോൺസ്റ്റബിൾസിന്റെ പൈസ പോകുന്നു. എനിക്കെന്നാലും പറ്റത്തില്ല സാറേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. സിന്ധു ഒന്ന് സഹകരിക്കും സിന്ധു. ഇല്ലെങ്കിൽ എന്റെ നിന്റെ ജോലി പോകും സിന്ധു. എന്നെ കൂടെ കൂട്ടണ്ട, സാറിന്റെ ജോലി പോകും. എന്നെ പിടിച്ചാൽ നിന്നെ ഞാൻ പറയും. അതുകൊണ്ട് പോയി എത്തി വിളിച്ചോണ്ട് പോ സിന്ധു. ചെല്ലി സിന്ധു. വിചാരിച്ച നടക്ക് സിന്ധു. പോ സിന്ധു. എന്റെ ഭഗവാനെ, വൈശാലി ചെന്നിരിക്കുന്ന കളങ്കാവിലെ മമ്മൂട്ടിയുടെ അടുത്തോട്ടാണേ. ഒന്ന് കാത്തുകൊള്ളണേ സാറേ. ഈ സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളല്ല സാറേ. എന്തോ കണ്ട് സിന്ധു പേടിച്ച്. സിന്ധു എങ്ങടെ പോവാൻ? ഞാൻ വല്ലൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് വന്നത് നമ്മുടെ ശവെടുക്കാൻ പോകാനല്ലേ? ശവെടുക്കാൻ പോലല്ല, എനിക്ക് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. നിങ്ങൾ പോയേ. ഒരുമാതിരി പറ്റിക്കൽ പരിപാടിയായി പോയി. ഒന്ന പരിപാടി. ഒരു കാര്യം ഞാൻ അന്നേരം പറഞ്ഞല്ലോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. പിന്നെ എനിക്കൊരു പെണ്ണിന്റെ ഡാൻസ് കണ്ട് പുറകെ പോകേണ്ട കാര്യമില്ല. എനിക്കൊരാളെ വളയ്ക്കണമെങ്കിൽ എന്റെ കളങ്കാവല് സിഗരറ്റ് എന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ വളയ്ക്കും. കണ്ടോ സാറേ, കണ്ടോ നടക്കുകയല്ല സാറേ. നടക്ക് സിന്ധു. ഇനി ആരെയും വളയ്ക്കാൻ പറ്റിയ ഒറ്റ പരിപാടിയേ ഉള്ളൂ. എന്തുവാ? സെന്റിമെന്റ്സ്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. നടക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, പറഞ്ഞു നോക്കാം. എടാ 2 ദിവസം മുമ്പേ എനിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. പിന്നെ വെള്ളടിച്ച് പിടിക്കണല്ലേ അബദ്ധം? ഒരു ലോജിക്കൊക്കെ വേണ്ട പറയണേ. അല്ല, അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഞാൻ സർവീസിൽ കയറുന്ന തൊട്ട് ചെറിയ മണ്ടത്തനങ്ങളൊക്കെ കാണിക്കും. അതെന്റെ കുറ്റമല്ല. വീട്ടിൽ അച്ഛനൊക്കെ മണ്ടത്തരം കാണിക്കും. അച്ഛൻ കാണിക്കും, അതുകൊണ്ടാണ്. പിന്നെ എങ്ങനെ കാണിക്കാതിരിക്കും? ടാങ്കി കിടക്കണതല്ലേ പൈപ്പിൽ കിട വരുവോളൂ. എന്റെ അവസ്ഥയായിപ്പോയി. എന്റെ അവസ്ഥ. എടാ ഒന്ന് വന്ന് സഹകരിച്ചാടാ. ജോലി പോകുന്ന കേസാണ്. പ്ലീസ്. ഞാൻ വരാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ വെറുതെ ചുമ്മാ ചെന്ന് ഇറങ്ങൂല. പച്ചക്കിറങ്ങാൻ എനിക്ക് പറ്റില്ല. എനിക്ക് 2 അടിക്കണം.
2 3 നീ അടിച്ചോ? 1-ാം തീയതി സാറിന്റെ അച്ചായി തുറന്നു വെച്ചിട്ടുണ്ടോ ബാറ്? എനിക്ക് 10 മിനിറ്റിനകത്ത് ഒരു സാധനം കൊണ്ടുതന്ന് ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം. വാ. ഇന്നലെ നമ്മള് 3 അവന്മാർ രാത്രി പിടിച്ചില്ലേ? അവന്മാരെന്ന് പിടിച്ച സാധനം ജീപ്പിനകത്ത് ഇരിപ്പുണ്ട്. അതിനെ കൊണ്ടൊന്ന് പൊട്ടിച്ച് അവന്റെ കടവായിലോട്ട് ഒഴിച്ചു കൊടുക്കും. അവന്റെ കടവായിലോട്ട്. പോലീസുകാർക്ക് നാണക്കേടാ സാറേ. എന്നാലും കുഴപ്പമില്ല, ജോലി പോകുന്ന കാര്യം ഒന്ന് പോയിട്ട് വാ. പോ. ഒരു ഗതികേട് ദൈവമേ. അയ്യോ എന്തോ ഒരു വിനയോ. സുഖല്ലേ? പിന്നെ സുഖം. ഞാനിപ്പോ വരും. ഇറങ്ങണേ. ആ ഇറങ്ങാം. പിന്നെ നീ ഇത് കുടിച്ചതിന് ശേഷം നിന്നെ ഞാൻ കാണുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും വെച്ച് എന്നെ പൊക്കിക്കോളാന്നല്ലേ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? എനിക്ക് പറ്റൂല. പോയി വല്ല പണി നോക്കും. ഓയോ നിന്നാണ് എന്റെ ആരിമ മക്കൾ സത്യം, എന്റെ അയ്യപ്പ എന്റെ അച്ഛൻ സത്യമായിട്ടും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അച്ഛൻ സത്യോ? സാധാരണ അമ്മ സത്യല്ല ആൾക്കാരുള്ളത്. അമ്മയായിട്ട് ചെറിയ പണക്ക നമ്മൾ മിണ്ടൂല, അതുകൊണ്ടാണ് അവരിലോട്ട് വലിച്ചടിക്കുന്നത്. നമുക്ക് അത് വേണ്ട സത്യം. കുടി, എന്താന്ന് വെച്ചാ കുടിച്ചു. ഇത് ഞാൻ അങ്ങനെ കുപ്പിച്ചവച്ച് പൊട്ടിച്ചു തിന്നണോ? പിന്നെ ഒഴിച്ചിടാ പറഞ്ഞപ്പ കൊടു സാറേ, ആവശ്യം നമ്മുടേതായി പോയില്ലയോ? മൊത്തം കുടിച്ചോളാം, പതുക്കെ കുടിച്ചോളാം. ചൂടാവില്ലേ? ഞാനെന്താ സാറേ കോൺസ്റ്റബിൾ ആയതുകൊണ്ടാണ്. അയ്യോ മതിയല്ലോ, ഇനി പോവാം. ബാക്കി പോണ വഴി കഴിക്കാം. പോവാറായിട്ടില്ല, പറയാം. എനിക്ക് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. വെള്ളം അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, എനിക്ക് 10 മിനിറ്റ് കിടന്നൊന്ന് മയങ്ങണം. 10 മിനിറ്റ് ജീപ്പിൽ കിടന്ന് മയങ്ങിയാ പോരാ. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പ്രമാണിച്ച് ഈ ആഗ്രഹം ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു പോലീസുകാരുടെ മടിയിൽ 10 മിനിറ്റ് കിടന്നൊന്ന് ഉറങ്ങണം, ഒരു പാട്ടും പാടി തന്നെ. നമ്മുടെ ആവശ്യമായി പോയില്ലേ സാർ? അല്ലെങ്കിൽ നിങ്ങൾ പോയി എടുത്തോ, ഞാൻ ഓക്കെയാണ്. ഓക്കെയാണോ? അയ്യോ കിടക്കാം. അയ്യോ, ഏത് പാട്ടാ പാടി തരേണ്ടത്? എന്റെ അമ്മച്ചി പാടി തരുന്ന പാട്ട്. അമ്മച്ചി ഏത് പാട്ടാ പാടുന്നത്? ഉണ്ണി വാവാവോ. ഉണ്ണി വാവ. ഒരു മിനിറ്റ്. അതെ, കോൺസ്റ്റബിൾ ഉണ്ണി വിളിക്കണം. ഹലോ. ഉണ്ണി പറ. സാറേ, നമ്മുടെ ഡാമിന്റെ ഷട്ടർ തുറന്നപ്പോഴേ വെള്ളം ഒരുപാട് കനാലിൽ കൂടെ വന്നപ്പം ആ ഡെഡ് ബോഡി ഒഴുകി കരയിലെത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഒഴുകി കരയിലെത്തി നമ്മളിപ്പം ഡെഡ് ബോഡി ഇപ്പൊ വണ്ടി കേറ്റിട്ടുണ്ട്. വണ്ടി കേറ്റിട്ടുണ്ട്. നിങ്ങൾ നേരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോക്കോ. കൊണ്ടുപോകാം. ചെറിയൊരു ജോലി ബാക്കിയുണ്ട്, ഞാൻ വിളിക്കാം. ശരി സാർ. പാടാ. എന്താ കിടക്ക്. അയ്യോ വേണ്ട സാറേ. അയ്യോ അങ്ങനെ പറയില്ലേ. അയ്യോ വേണ്ട പ്ലീസ്. അങ്ങനെ പറയില്ലേ. എനിക്കത് വിഷമം. കേടാ. അയ്യോ ദൈവമേ. അമ്മ ഏത് പാട്ടാ പാടിത്തരണ? മറന്നുപോയി. നീ പറ, ഏത് പാട്ട് പാടിത്തരണ? ഉണ്ണി വാവാവോ. ഉണ്ണി വാവാ. വന്നടം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആണോ? നിനക്ക് കൊലക്കുറ്റത്തിന് നമ്മൾ കേസ് പറയേണ്ടി വരും സാറേ. നിനക്ക് സാറിന്റെ മടി കടന്നിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞു? വേണ്ട സാറേ, വേണ്ട. എന്റെ പൊന്നു സാറേ, വെറുതെ ശവം വാർന്ന് ആക്കണ. ശവത്തിൽ കുത്തല്ലേ. നിനക്ക് ഞാൻ മദ്യം ഒഴിച്ചു തരണോ? വേണ്ട, ഞാൻ മദ്യപാനം നിർത്തി. സാർ പാട്ട് പാടി തരണം നിനക്ക്. വേണ്ട. എന്നെ കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യണോടാ? ഡാൻസ് കാണണോടാ നിനക്ക്? അയ്യോ എന്തൊരു മോശം. ഒരു കാര്യം കൊണ്ടൊക്കെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റുമോ? വേണ്ട. നീ വാ. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്തു തന്നത്. ടെൻഷൻ വേണ്ട. നാളെ മുതൽ നിനക്കൊരു പോലീസ് എന്നെ ചെയ്തു തരും. എവിടെ? പൊക്കടി. അയ്യോ